എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലസ്സി റെസിപ്പിയാണ് കേട്ടോ. വൈറലായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അതുപോലെ ലസ്സിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ വയറിനൊക്കെ നല്ല ഒരു തണുപ്പ് നൽകുന്നത് തന്നെയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണേ. അതായത് വറുത്തെടുത്ത പെരിഞ്ജീരകം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി പെരിഞ്ജീരകമൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ പെരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പേർക്കുള്ള ലസ്സിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വറുത്തെടുത്ത പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഈ ഒരു ലസ്സിക്കകത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് എടുക്കാവും, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ഇനിയും ഇതിലേക്ക് പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയിലയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3-4 തണ്ട് പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഞാനത് 3-4 കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തതാണ്. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമേ വേണ്ട എന്നുള്ളവർക്ക് ഈ ശർക്കരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലസ്സിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. പഞ്ചസാരയൊന്നും ഉപയോഗിക്കാതെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയൊക്കെ ചേർത്ത് ലസ്സി തയ്യാറാക്കി എടുത്താൽ വളരെ നല്ലത് തന്നെയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം ഈ ഒരു തവിക്ക് 4 തവി തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3 പേർക്കുള്ള ലസ്സിയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഞാൻ ലസ്സി അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.